നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ ഒരു പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകുന്നതിൽ ദേവസ്വം ബോർഡ് അനാവശ്യ തിടുക്കം കാട്ടിയെന്ന് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഇതുതന്നെയാണ് പ്രതിപക്ഷവും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ശബരിമലയിലെ പരമാധികാരി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നെന്ന പ്രതിപക്ഷ ആരോപണത്തിനും ഹൈക്കോടതി അടിവരയിടുകയായിരുന്നുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 2018 മുതൽ 2025 വരെ ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പുകൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ നിലവിലെ ദേവസ്വം ബോർഡിന് ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. കൊള്ള സംഘത്തെ ചവിട്ടിപ്പുറത്താക്കുന്നതിനു പകരം അവരുടെ കാലാവധി നീട്ടി നൽകാനാണ് സർക്കാരും CPM-ഉം ശ്രമിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ CPM ഉന്നത നേതൃത്വത്തിന്റെ പങ്ക് മറച്ചുവെക്കാനാണിത്. ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ ശ്രമിച്ചാൽ അതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ രേഖകളിൽ ചെമ്പാക്കിയതെന്ന് വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വാസുവിനെ അറസ്റ്റ് ചെയ്യണം, സ്വർണം ബാക്കിയുണ്ടെന്നും വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാമെന്നും അറിയിച്ച് കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഡിസംബർ 9 N വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു. ഇക്കാര്യം വാസുവ് സ്ഥിരീകരിച്ചതാണ്. 2 തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ള നടന്ന് മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ വ്യക്തിയാണ് N വാസു. വാസു കമ്മീഷണറായിരുന്ന കാലത്താണ് യുവതീ പ്രവേശനം ഉൾപ്പെടെ നടന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കമ്മീഷണർ സ്ഥാനത്ത് നിന്നിറങ്ങി ഏതാനും മാസത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസു മടങ്ങിയെത്തിയത് അദ്ദേഹത്തിന്റെ CPM-ലും സർക്കാരിലുമുള്ള സ്വാധീനം വ്യക്തമാക്കുന്നതാണ്. വാസു കുടുങ്ങിയാൽ മന്ത്രിമാരും CPM നേതാക്കളും കുടുങ്ങുമെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്ത് പരിശോധന തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം. കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ് SIT പരിശോധന നടത്തുന്നത്. ശാസ്ത്രീയ പരിശോധനയ്ക്കും SIT ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. 2018 മുതലുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ SIT ശേഖരിച്ചു. ഇന്നലെയായിരുന്നു SIT സംഘം സന്നിധാനത്തെത്തിയത്. സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിലെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. നിർണായക വിവരങ്ങൾ SITക്ക് കിട്ടിയതായാണ് സൂചന. അതിനിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും SIT സംഘം എത്തി പരിശോധന നടത്തി. ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് പരിശോധന നടന്നത്. കട്ടിളപ്പാളിയുടെ പകർപ്പുണ്ടാക്കാനുള്ള അനുമതിയെക്കുറിച്ച് അടക്കമാണ് അന്വേഷണം നടത്തുന്നത്. അനുമതിയുടെ രേഖകൾ കണ്ടെത്താനുള്ള ശ്രമം തുടരും. കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് തിരുവനന്തപുരം മുൻ കമ്മീഷണറുമായ N വാസുവിനെ 3ാം പ്രതിയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും N വാസു ശക്തമായ ഇടപെടൽ നടത്തിയതായാണ് വിവരം. കേസിൽ നേരത്തെ N വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കേസിൽ 6ാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ D. സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വാസുവിന്റെ ചോദ്യം ചെയ്യൽ. വിളിച്ചാൽ എത്തണമെന്ന നിർദ്ദേശത്തോടെയായിരുന്നു വാസുവിനെ വിട്ടയച്ചത്. നിർണായക തെളിവുകൾ ശേഖരിച്ച ശേഷം വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള രാജ്യാന്തര വിഗ്രഹ കടത്തിന്റെ ഭാഗമാകാമെന്ന സംശയം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരുന്നു. ഡിവിഷൻ ബെഞ്ചായിരുന്നു ഇത്തരത്തിലൊരു സംശയം മുന്നോട്ട് വെച്ചത്. വിഗ്രഹങ്ങളുടെ പകർപ്പ് സൃഷ്ടിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചുവെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. കുപ്രസിദ്ധനായ രാജ്യാന്തര കള്ളക്കടത്തുകാരന് സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. 1999 വിജയ് മല്യ നൽകിയ വാതിൽപ്പാളി ശബരിമലയിൽ നിന്ന് കടത്തിയോ എന്നതിലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇത്തവണ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനിച്ചതിലും അടിമുടി ദുരൂഹതയുണ്ട്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ട് പോലുമില്ലെന്ന് ജസ്റ്റിസ് വി. രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ദേവസ്വം ബെഞ്ച് പറഞ്ഞു. സെപ്റ്റംബർ 2 ബോർഡ് ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ അനുമതി നൽകിയത്. എന്നാൽ ഈ വിവരം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല. ഈ വീഴ്ച ഏറെ ഗൗരവമുള്ളതാണെന്നും സൂക്ഷ്മ പരിശോധന ആവശ്യമാണെന്നും കോടതി പറഞ്ഞു. നേരത്തെ കോടതി ഉത്തരവിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം മിനിറ്റ്സ് പിടിച്ചെടുത്തത്. ബോർഡിന്റെ മിനിറ്റ്സിൽ 2025 ജൂലൈ 28 വരെയുള്ള വിവരങ്ങളേ ഉള്ളൂ. അത് തന്നെ ശരിയായ രീതിയിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിനിറ്റ്സ് കൃത്യമായി രേഖപ്പെടുത്താത്തത് വലിയ വീഴ്ചയാണെന്ന് കോടതി പറഞ്ഞു. ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് തുടങ്ങുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 2018 വാതിൽ മാറ്റാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകുന്നത്. 2519 ഗ്രാം 24 കാരറ്റ് സ്വർണം 1999 പൊതിഞ്ഞിട്ടുള്ള വാതിലായിരുന്നു ഇത്. അനുമതി കിട്ടിയതിന് പിന്നാലെ നന്ദൻ എന്ന മരപ്പണിക്കാരൻ സന്നിധാനത്തെത്തി വാതിലിന്റെ അളവെടുത്തു. കീഴ്ശാന്തിയാണ് വാതിൽ അഴിച്ചു കൈമാറിയത്. ഇതിനുശേഷം തൃശൂരിൽ നിന്ന് തടി വാങ്ങി ബംഗളൂരിലെ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ച് പുതിയ വാതിൽ നിർമ്മിച്ചു. ഹൈദരാബാദിൽ എത്തിച്ച്
ചെമ്പ് പാളികൾ പിടിപ്പിക്കുകയും പിന്നീട് ചെന്നൈയിൽ എത്തിച്ച് സ്വർണം പൂശുകയും ചെയ്തു. ഇതിനിടയിൽ പലതവണ അളവ് ഉറപ്പാക്കാനായി സന്നിധാനത്തെത്തിച്ചു. 324 ഗ്രാം സ്വർണമാണ് വാതിലിൽ പൂശാനായി ഉപയോഗിച്ചത്. 2019 മാർച്ച് 3-ാം തീയതി ചെന്നൈയിൽ നിന്ന് സ്വർണം പൂശി നൽകിയ വാതിൽ സന്നിധാനത്ത് എത്തിച്ചത് മാർച്ച് 11-നാണ്. ഇതിനിടയിൽ കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിലടക്കം വാതിലെത്തിച്ചു. നടനും അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഒക്കെ ഇവിടെ നടന്ന ചടങ്ങിൽ പങ്കെടുത്തതാണ്. വാതിലിന്റെ അറ്റകുറ്റപ്പണി ദേവസ്വം മരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നടത്തേണ്ടത്. പക്ഷേ ഈ കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയതിലും ദുരൂഹതയുണ്ട്. ഇക്കാര്യത്തിൽ ദേവസ്വം അധികൃതർ സ്വീകരിച്ചത് അലക്ഷ്യമായ നടപടികളാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. 2019 എത്ര സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന് കൃത്യമായൊന്ന് തിട്ടപ്പെടുത്താൻ ശാസ്ത്രീയ അന്വേഷണം വേണമെന്ന ആവശ്യം SIT മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് സ്വർണ്ണപ്പാളികൾ തൂക്കി തിട്ടപ്പെടുത്തണമെന്നതടക്കമുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പടിയും ശ്രീകോവിലിന്റെ വശങ്ങളുള്ള സ്വർണ്ണപ്പാളികളും തൂക്കി തിട്ടപ്പെടുത്തണം. 2019 ഇവ സ്വർണം പൂശി തിരികെ പിടിച്ചപ്പോൾ തൂക്കി നോക്കിയിട്ടില്ല. നേരത്തെ എത്ര സ്വർണം ആയിരിക്കും ഉപയോഗിച്ചെന്ന് കണ്ടെത്താൻ സ്വർണ്ണ പാളികളുടെ സാമ്പിൾ ശേഖരിക്കണം. ഇതിലൂടെ 2019 എത്ര സ്വർണ്ണമായിരിക്കും നഷ്ടപ്പെട്ടതെന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും. ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് പാളികളുടെ സാമ്പിളും എടുക്കണം. സ്വർണം പൂശിയതിന്റെ ഏരിയയും തിട്ടപ്പെടുത്തണം. അന്വേഷണ സംഘം ഹാജരാക്കിയ രേഖകളിൽ നിന്ന് 1999 ശ്രീകോവിൽ ദ്വാരപാലക ശില്പം തുടങ്ങിയവയിൽ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചതായി വ്യക്തമാണ്. എന്നാൽ നിലവിലെ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇതിലൊക്കെ ഗൗരവകരമായ വൈരുദ്ധ്യമുണ്ടെന്നും കോടതി പറഞ്ഞു. അതേസമയം ശബരിമലയിലെ സ്വർണ്ണമോഷണം കൃത്യമായി തിട്ടപ്പെടുത്താൻ ആവശ്യമായ ശാസ്ത്രീയ അന്വേഷണത്തിനുള്ള മാർഗങ്ങൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. SIT കോടതി അറിയിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിത്. ദ്വാരപാലക സ്വർണ്ണപ്പാളികളുടെയും സൈഡ് പില്ലർ പാളികളുടെയും തൂക്കമെടുക്കണം. 2019 ഘടിപ്പിച്ച കട്ടിള പാളികളുടെ തൂക്കമെടുക്കണം. അന്ന് തൂക്കം രേഖപ്പെടുത്തിയിരുന്നില്ല. പോറ്റിക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്രഭാഗത്ത് നിന്ന് സ്വർണ്ണ സാമ്പിൾ എടുക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.